السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. الحمد لله الذي هدانا إلى دين الإسلام وجعلنا من أمة محمد صلى الله عليه وسلم. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. صدق الله العلي العظيم. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ പരിപാടിയുടെ വേദിയിൽ സമ്മേളിച്ചിരിക്കുന്ന റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ സാരഥികൾ, പ്രിയപ്പെട്ട കെ ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ആദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു ഈ സംഗമം സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ ഉണ്ണികുളം റേഞ്ചിൻ്റെ 60ാം വാർഷിക ആഘോഷത്തിൻ്റെ സമാപന സംഗമവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചരണ സമ്മേളനവും സംയുക്തമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നല്ല നിമിഷത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും നേതാക്കളെയും അഭിനന്ദിക്കുകയാണ്. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ കർമ്മപദത്തിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് വ്യത്യസ്ത കർമ്മപദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി ഈ റേഞ്ചിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളിലും സഹോദര സമുദായ സുഹൃത്തുക്കളിലുമൊക്കെ ധാർമ്മിക സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആഘോഷ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കർമ്മപദത്തിൽ വിജയകരമായി ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കുകയാണ്. എന്നാൽ സമസ്തയുടെ ആദർശത്തിന് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമല്ല ഉള്ളത്. 100ാം വാർഷികത്തിൻ്റെ പ്രമേയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ, അഥവാ കഴിഞ്ഞ 15 നൂറ്റാണ്ട് കാലമായി ഇവിടെ നിലനിൽക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ
തനതായ ആശയവും ആ പാരമ്പര്യവും ആ പൈതൃകവും ഖിയാമത്ത് നാൾ വരെ അതിനെ പരിക്കേൽക്കാതെ അതിനെ കോട്ട കെട്ടി സംരക്ഷിക്കുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആദർശം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ഒരു വിശ്വാസി വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട, മരണം വരെ അവൻ്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദർശമെന്ന് പറയുന്നത്. അവിടെ നമ്മളെ വിട്ടുവീഴ്ചകളില്ലാതെ, അവിടെ സാഹചര്യത്തിനൊത്ത്, സന്ദർഭത്തിനൊത്ത് മാറി മാറി വരുന്ന ഭരണകൂടത്തിനനുസരിച്ചുകൊണ്ട് ആദർശത്തെ മാറ്റാനോ അതിനെ ഏതെങ്കിലും രീതിയിൽ വക്രീകരിക്കാനോ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം പരിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അഥവാ അള്ളാഹുവും പുണ്യനബിയും നമുക്ക് കാണിച്ചു തന്ന വഴിയാണ്. ആ മാർഗത്തിനപ്പുറത്ത് നമുക്ക് മറ്റൊന്നും പറയാനില്ല. അതാവട്ടെ സാർവജനീനമാണ്, സാർവലൗകികമാണ്. ഏതു കാലഘട്ടത്തിലെ ജനങ്ങളിലേക്കും ഏതു നൂറ്റാണ്ടുകളിലേക്കും അനുയോജ്യമായ, മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടാത്ത, മാറാത്ത ശബ്ദമായിട്ടാണ് ലോകത്ത് അതിനെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും, ലോകത്ത് എന്തെല്ലാം പുരോഗതികളും നേട്ടങ്ങളും കടന്നു വന്നാലും, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. അതുതന്നെയാണ് ലോകത്തെ മറ്റു മതങ്ങളിൽ നിന്ന്, മറ്റു വിശ്വാസങ്ങളിൽ നിന്ന്, മറ്റു ആദർശങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉള്ളത് ഇസ്ലാമിനാണ്. ഇസ്ലാമിനെ തകർക്കുക എന്ന ഹിഡൻ അജണ്ടയുമായിട്ടാണ് ലോകത്ത് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അകത്തുള്ളവരും പുറത്തുള്ളവരും ലോകത്ത് ഏതൊക്കെ മേഖലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഒക്കെ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കുക, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആചാരത്തെ, നമ്മുടെ അനുഷ്ഠാനങ്ങളെ, നമ്മുടെ ഈ ആദർശ വിശുദ്ധിയെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആത്യന്തികമായി പിശാചും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അവൻ നേരത്തെ ആ പണി ആരംഭിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചു, അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആട്ടിവിട്ടു, അള്ളാഹുവിനെ ചോദ്യം ചെയ്തു, ന്യായക്കേട് പറഞ്ഞു. അവനോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിച്ചു, ഇറങ്ങിപ്പോ, അവനെ ആട്ടിവിട്ടു. അന്ന് മുതൽക്ക് അവൻ അള്ളാഹുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്ലിസീങ്ങളല്ലാത്ത എല്ലാവരെയും വഴി പിഴപ്പിച്ച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പഠിച്ച പണി 18 ഞാൻ പ്രവർത്തിക്കും എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇക്കാലമത്രയും പറഞ്ഞത്, ഇനി പറയാനുള്ളത്, പറയേണ്ടതും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥമായ വഴിയാണ്. അവിടെ വെള്ളം ചേർക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് നിലപാടുകളിൽ മാറ്റമില്ലാതെ ഒരു 100 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് പോലും സമസ്ത
അതിൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ പറഞ്ഞതൊന്നും മാറ്റി പറയാതെ നിലപാടുകൾ കൊണ്ട് അത് 100 മേനി തിളക്കത്തോടു കൂടിയാണ് ഇന്ന് നമുക്കിടയിൽ നിലനിൽക്കുന്നത്. ആദ്യത്തെ മുശാവറ മുതൽ അവസാനത്തെ മുശാവറ വരെ എടുത്ത തീരുമാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓർക്കണം, അവിടെയാണല്ലോ നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളും അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കളൊക്കെ ആ വഴിയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ പലരും വരും, ഒറിജിനാലിറ്റിയെ വെല്ലുന്ന വിധത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആശയത്തിന്റെ ആദർശത്തിന്റെ ആളുകൾ രംഗപ്രവേശനം ചെയ്യും. അവര് മനുഷ്യ സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അവര് പലരെയും ചൂഷണം ചെയ്ത് വഴിപഴപ്പിക്കും. അത് ഓരോ കാലഘട്ടത്തിലും അതിന്റെ രീതിയും ശൈലിയും സ്വഭാവവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആ കാലഘട്ടത്തിലൊക്കെ അത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞ് ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളുടെ ദൗത്യമാണ്. പുതിയ പുതിയ ആളുകൾ പ്രത്യക്ഷപ്പെട്ട് താടി നീട്ടി തലപ്പാവ് കെട്ടി വേഷം ധരിച്ച് ആളുകളെ പറ്റിക്കുന്ന, ആളുകളെ വഴി തെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള പലതും പലയിടങ്ങളിലും പറയുമ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണ്, കൂടെ പോകരുത്, പെട്ടുപോകരുത്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അത് നമ്മുടെ ഈമാനിന് പരുക്കുണ്ടാക്കും എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ പണ്ഡിത മഹത്തുക്കൾ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തോട്, സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും പ്രത്യക്ഷപ്പെടുന്നവരെ തിരിച്ചറിഞ്ഞ് അതിന്റെ ചതിക്കുഴികളെ സമൂഹത്തിന് പഠിപ്പിച്ച് മനസ്സിലാക്കി നേരിന്റെ യഥാർത്ഥ വഴിയിൽ നിലയുറപ്പിക്കാനുള്ള എല്ലാ പ്രബോധന സൗകര്യങ്ങളും സംവിധാനങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നാൾവഴികൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മഹാത്ഭുതമാണ്. ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും, ഒരു വെല്ലുവിളിയുടെ മുമ്പിലും, ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാതെ നിഷ്കളങ്കരായ, സാത്വികരായ, ഇൽമു കൊണ്ട്, ആത്മീയത കൊണ്ട് ലോകത്ത് മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാമനീഷികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘമായ അതിന്റെ ചരിത്ര വഴികളിലേക്ക് ഞാൻ പോകുന്നില്ല. പുതിയ തലമുറയിൽപ്പെട്ടവർ അത് പഠിക്കണം. ഇന്ന് നിലവിലുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മൂത്ത തലമുറയിൽപ്പെട്ടവർ ഇനി വരാനിരിക്കുന്നവർക്ക് ഈ വഴി പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുക്കണം. ഇല്ല, അപകടം. പലരും പല മോശമായ മാർഗത്തിലും അകപ്പെട്ട് നാടിനും കുടുംബത്തിനും അതേപോലെ മഹലിനും ഭീഷണി ഉണ്ടായിത്തീരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾ ഓർത്തു നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ തുടങ്ങിയത് തന്നെ ഈ നാട്ടിൽ ഒരു പുതിയ ചിന്താഗതി പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ്. അക്കാലമത്രയും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വിശ്വാസത്തിന് വിരുദ്ധമായി, ആദർശത്തിന് വിരുദ്ധമായി, ആചാരങ്ങൾക്ക് എതിരായി പുതിയ ചില ചിന്താഗതികൾ, ചില ആളുകൾ, പണ്ഡിത വേഷധാരികൾ അവർ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഒറ്റയടിക്ക് പറഞ്ഞാൽ ഖുതുബ പ്രഭാഷണമാണ്. പ്രഭാഷണമാകുമ്പോൾ ജനങ്ങൾക്ക് തിരിയണം. അത് തിരിയുന്ന ഭാഷ മലയാളമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയിലെ ഖുതുബ മലയാളത്തിൽ ഓതണം. ഒരു തരം യുക്തിവാദമാണ്. പെട്ടെന്ന് മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു ശൈലിയാണ്. കൂടുതൽ ചിന്തിക്കാത്ത, അതിനെക്കുറിച്ച് പഠിക്കാത്ത, മനസ്സിലാക്കാത്ത അല്പബുദ്ധിയുള്ള ആളുകളുടെ മനസ്സിലേക്ക് ഈ ആശയം അങ്ങ് കൊടുത്താൽ സംഗതി ശരിയല്ലേ? വെള്ളിയാഴ്ച മിമ്പറിന് മുകളിൽ നടക്കുന്ന ഖുതുബ ഒരു പ്രസംഗല്ലേ? പ്രസംഗം ആവുമ്പോൾ ആളുകൾക്ക് തിരിയണ്ടേ? തിരിയാത്ത ഭാഷയിൽ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യമാണ്? ആളുകൾ പെട്ടുപോകും. അങ്ങനെ ചില മസാല, അങ്ങനെ ചില പുതിയ പുതിയ യുക്തിപരമായ ചില പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. മരിച്ചവരെ ഓർക്കരുത്, അവരുടെ മദ്ഹ് പാടരുത്, പറയരുത്, സിയാറത്ത് പാടില്ല,
ഉപ്പയല്ല ഉമ്മയല്ല, നാട്ടിൽ ആര് മരിച്ചാലും അവരുടെ പേരിൽ ഫാത്തിഹ ഓതരുത്, യാസീൻ ഓതരുത്, കണ്ണൂക്ക് വേണ്ട, ആണ്ട് വേണ്ട, പ്രാർത്ഥന വേണ്ട, ഭക്ഷണം കൊടുക്കണ്ട. പരിശുദ്ധ റമദാനിൽ വിശ്വാസികൾ വളരെ ആദരപൂർവ്വം നിർവഹിച്ചു വരുന്ന തറാവീഹിന്റെ എണ്ണം വെട്ടിക്കുറച്ചു. ആരാണെങ്കിൽ കേൾക്കുമ്പോൾ സുഖാണുള്ളതാണല്ലോ നോക്കുക. ഷോർട്ട് വൈ അല്ല എല്ലാരും നോക്കുന്നത്. ഒരു പള്ളിയിൽ 20-ഉം അപ്പുറത്തെ പള്ളിയിൽ 8-ഉം ഉണ്ടാകുമ്പോൾ അല്പബുദ്ധി ഉള്ളവർ 8-ന്റെ പള്ളി കയറും. പെട്ടെന്ന് കഴിയല്ലോ, 8 മതി എന്നല്ലേ അവര് പറയുന്നത്. അതുകൊണ്ട് 8-ന്റെ കൂടെ നിൽക്കും. ആലോചിച്ച് നോക്കി, അവരുണ്ടാക്കിയ ഫിത്ന, ആ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നാശത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വിശ്വാസത്തിലും ഈ ആദർശത്തിലും സമൂഹം മുന്നോട്ട് പോയാൽ എന്തൊരു വലിയ നാശമാണ്, ദുരന്തമാണ് നമ്മുടെ നാട്ടിലുണ്ടാവുക. മാലിക് ദിനാറും സംഘവും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ ദീനിന്റെ തനതായ ശൈലി, അവരെ പിൻപറ്റി മഹ്ദൂമിങ്ങളും മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ മാർഗത്തിന് എതിരായി ചില പണ്ഡിത വേഷം കെട്ടിയ ആളുകൾ പുതിയ ചില ആശയങ്ങൾ സമൂഹത്തിന് കൊടുക്കുകയാണ്. അവിടെയാണ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, പാങ്ങിൽ ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിൽ, പറവണ്ണ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അക്കാലഘട്ടത്തിലെ കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹത്തുക്കളുടെ നേതൃത്വത്തിൽ അവരൊത്തുകൂടുന്നത്. ഇത് അപകടമാണ്, ഇതൊരു തരം യുക്തിവാദമാണ്. ഇങ്ങനെ പോയാൽ വിശ്വാസികളുടെ ഈമാനിന് പരുക്കുണ്ടാകും, നാട്ടിൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അന്ന് കോഴിക്കോട്ടൊത്തുകൂടി. അവരൊരുമിച്ച് കൂടിയാലോചന നടത്തി, അവര് മുശാവറ ചേർന്നു. ഇതിനെതിരെ പ്രതിരോധിക്കണം, പ്രതികരിക്കണം. നിശബ്ദമായി നിന്നാൽ വൻ അപകടമുണ്ടാകും. നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും അതിന്റെ ചില അപകടങ്ങളൊക്കെ നിലവിലുണ്ട്. അത് പഠിക്കുമ്പോൾ ആ വസ്തുത നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിത മഹത്തുക്കൾ ഒത്തുകൂടി അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവർ സമസ്തയുണ്ടാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നു 1926. 2026 എത്തുമ്പോൾ ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായി അത് ബോധ്യപ്പെടും. അന്നവർ ഒത്തുകൂടി, അവർ നാട്ടിലിറങ്ങി, പല പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും അവർ ചെന്നു, നടന്നു ചെന്നു. അവർ പ്രഭാഷണം നടത്തി, സംവാദം നടത്തി, മുഖാമുഖം നടത്തി. ആ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞില്ല, വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട, ഇതൊക്കെ ആവശ്യമില്ലാത്ത വിവാദമാണ് എന്ന് പറഞ്ഞിരുന്നില്ല. സമസ്തയുടെ ഉലമാക്കളോടൊപ്പം ഉമറാക്കൾ ചേർന്നു നിന്നു, എല്ലാവിധ പിന്തുണയും കൊടുത്തു, അവർക്ക് വേണ്ട സംരക്ഷണം നൽകി. അവരെ മഞ്ചലിലേറ്റി കൊണ്ടുവന്ന് നാട് നീളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെയും തനതായ ശൈലി പഠിപ്പിച്ചു കൊടുത്തു. രണ്ട് ദുരന്തമാണ്. ഒന്ന്, ഇങ്ങനെ പോയാൽ വിശ്വാസത്തിൽ അപകടമുണ്ടാകും. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദം തകർന്നു പോകും. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർ, സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചവർ, അവർ മറ്റു പല അപകടകരമായ വഴിയിലേക്കും എത്തിപ്പോകും. അത് നാടിന് ഭീഷണിയാണ്, രാജ്യത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് പുണ്യനബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തത്, അതേ വഴിയും അതേ മാർഗവും സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഈ ബഹുസ്വര സമൂഹത്തിൽ, ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനുള്ള ഒരു യഥാർത്ഥ വഴിയാണ്, യഥാർത്ഥ മാർഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. സമസ്തയല്ലാത്ത ആരെക്കുറിച്ചും നമുക്ക് ചർച്ചയാവാം, സംവാദമാകാം. വെറുതെ അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ, തുറന്ന ചർച്ചയാവാം. ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചോളൂ. ഇടുങ്ങിയ സമയത്തിനകം ഈ ചർച്ച പൂർത്തീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ,
ഇന്ന് 2026 എത്തി നിൽക്കുമ്പോ 2026 ജനുവരി അതിന്റെ പ്രവേശന കവാടത്തിലാണ് നമ്മൾ ഉള്ളത്. 100 വർഷം പൂർത്തിയാവാൻ പോവുകയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ അവസ്ഥ എന്താ? അന്ന് രംഗത്ത് വന്ന കേരളത്തിലെ ബിദഈ കക്ഷികളുടെ അവസ്ഥയെടുത്ത് പരിശോധിച്ചാൽ അവർ ഇന്ന് തമ്മിലടിച്ചു കലഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ വിഷയം? നമ്മളുമായിട്ടല്ല, ഇപ്പൊ നമ്മളുമായിട്ടല്ല സംവാദം, നമ്മൾ തമ്മിലല്ല, സമസ്തയുമായിട്ടല്ല. അവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടായി. അവരുടെ നിലപാടുകൾ മാറ്റേണ്ടി വന്നു. എല്ലാ വിഷയത്തിലും, മാല മൗലിദുകളുടെ കാര്യത്തിലും, തൗഹീദിന്റെ വിഷയത്തിലും, തറാവീഹിന്റെ എണ്ണത്തിലും, ഖുത്ബയുടെ ഭാഷയുടെ കാര്യത്തിലും, സ്ത്രീ പള്ളിപ്രവേശനത്തിന്റെ കാര്യത്തിലും അവർ തന്നെ 2ഉം 3ഉം തട്ടിലായി, പാർട്ടികളായി, വിഭാഗമായി, വേറെ പള്ളി കെട്ടി, വേറെ സ്റ്റേജ് കെട്ടി, വേറെ പേജുകളിലായി, വേറെ മീഡിയകളിലായി ഇന്ന് അവർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സമസ്തന്റെ പ്രത്യേകത. അതന്നെയാണ് സമസ്ത. വേറെ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ടതില്ല. വർത്തമാനകാല വിഷയങ്ങളെ നേരിട്ട് ലൈവായി നോക്കിക്കാണുന്ന, മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഈ വസ്തുത ബോധ്യപ്പെടും. തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 വർഷം പൂർത്തിയാകുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇന്ന് പറയുന്നത്. മുജാഹിദുകൾ പറഞ്ഞത് അങ്ങനല്ല, ജമാഅത്തുകാർ പറഞ്ഞത് അങ്ങനല്ല. ജമാഅത്ത് അവരുടെ നിലപാട് മാറ്റി മാറ്റി രാഷ്ട്രീയം പാടില്ല അങ്ങനെ തുടങ്ങിയിട്ട് ചില പ്രത്യേകമായ ചില ആശയങ്ങൾ കൊണ്ടുവന്ന്, ചില തീവ്രമായ നിലപാടുകൾ കൊണ്ടുവന്ന്, ഗവൺമെന്റ് ശമ്പളം വാങ്ങരുത്, ഗവൺമെന്റ് ജോലി സ്വീകരിക്കരുത്, അത്തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും നടത്താൻ പാടില്ല, അതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് 110 അതിലധികം സ്പിറ്റുള്ള ചില നിലപാടുകൾ, അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന് ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ പറഞ്ഞു കൊടുത്തു, അങ്ങോട്ട് പോണ്ട, അത് അപകടമാണ്. അവരെന്തൊക്കെ ചെയ്തു? പലരെയും നാട് കടത്തിയില്ലേ? പലരെയും ആട് നോക്കാൻ പറഞ്ഞയച്ചില്ലേ? അവര് എന്തൊക്കെ നാശമുണ്ടാക്കി? അവിടെ നിന്നൊക്കെ അവര് മാറി, ആശയം മാറി, നിലപാട് മാറി, അവരുടെ എല്ലാ അവര് തുടക്കത്തിൽ പറഞ്ഞിരുന്നതിൽ നിന്നൊക്കെ മാറി. ഇന്നവർ സ്വയം രാഷ്ട്രീയ പാർട്ടിയായി മാറി. രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയിൽ മാറുക. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയിൽ മാറാണ്. സമസ്ത അന്നും ഇന്നും ഒറ്റക്കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റക്കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിഷയത്തിൽ മാത്രമല്ല, വ്യാജ തരീഖത്തുകളുടെ കാര്യത്തിൽ. നേർച്ചകളോടനുബന്ധിച്ചുകൊണ്ട് നാട്ടിൽ ചില അനാചാരങ്ങൾ അരങ്ങു തകർത്തപ്പോ അതിന്റെ മറവിൽ നേർച്ചകൾ നിർത്തിവെക്കണം, ഇനി നേർച്ചകൾ പാടില്ല, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നേർച്ചകളെ തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോ സമസ്തയുടെ പ്രിയപ്പെട്ട സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേർച്ചയല്ല നിർത്തേണ്ടത്, നേർച്ചകളിൽ നടക്കുന്ന, നേർച്ചകളുടെ ഭാഗമായി നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തിയുള്ള യുദ്ധം പ്രഖ്യാപിച്ചു. ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ചു. ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ചു. മുന്നോട്ട് പോയി, തുറന്നു പറഞ്ഞു. പല നേർച്ചകളും നിന്നുപോയി. അത്തരത്തിൽ ചില അനാചാരങ്ങൾ നടന്നിരുന്ന നേർച്ചകളൊക്കെ അതൊക്കെ അവര് പൂട്ടിവെച്ച് നിർത്തിവെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടായി. വ്യാജ തരീക്കത്തുകൾ കടന്നു വന്നപ്പോ അങ്ങനെയാണ്. നാടിന്റെ പേരിൽ തരീക്കത്തുകൾ പ്രത്യക്ഷപ്പെട്ട കാലം. ആലുവ തരീക്കത്ത്, ഈയാട് തരീക്കത്ത്, കൊരൂൽ തരീക്കത്ത്, നമ്മളൊക്കെ കേട്ടിരുന്നത്, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ കേട്ടിരുന്നത് എന്തായിരുന്നു? ഖാദിരിയ തരീക്കത്ത്, നക്ഷബന്ദിയ തരീക്കത്ത്, ചിസ്തിയ തരീക്കത്ത്, റിഫായിയ തരീക്കത്ത്, ഇതൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ ചില ആളുകൾ ഇരുന്ന് അവര് ചില പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് നിസ്കാരമില്ലാത്ത, ശരീഅത്തില്ലാത്ത, ആത്മീയതയില്ലാത്ത ആളുകളെ പറ്റിക്കുന്ന ചില പ്രത്യേകമായ മാസ്മരിസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ സ്വയം കറാമത്ത് പ്രത്യക്ഷപ്പെട്ട് കടന്നു വരുന്ന കാലം. സമസ്ത അവരോട് പറഞ്ഞു, തുറന്നു പറഞ്ഞു, ഏർപ്പാട് നിർത്തണം,
അങ്ങനെ കറാമത്ത് പ്രത്യക്ഷപ്പെടേണ്ട ആളുകളല്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്ന ഒരു മായാജാലമല്ല. അതിന് ചില പാരമ്പര്യ വഴിയുണ്ട്, പൈതൃകത്തിന്റെ വഴിയുണ്ട്. കൃത്യമായി പറഞ്ഞല്ലോ, കറാമത്ത് പഠിപ്പിച്ചു കൊടുത്തു, മുഅ്ജിസത്ത് പഠിപ്പിച്ചു കൊടുത്തു. അന്നും ഈ വിഘടിതർ ഈ വിഭാഗം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കറാമത്തില്ല, മുഅ്ജിസത്തില്ല, കറാമത്തില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഔലിയാക്കൾ അംഗീകരിക്കാത്തവർ, സാദാത്തുക്കൾ അംഗീകരിക്കാത്തവർ, അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന നബി കുടുംബം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് വരെ പറഞ്ഞവർ. നബി കുടുംബം തന്നെ ഇല്ല, അതൊക്കെ കഴിഞ്ഞു പോയി, അതൊക്കെ ചില ആളുകൾ ഉണ്ടാക്കുന്നതാണ്, അത് തട്ടിപ്പ് സംഘമാണ്, അത് മന്ത്രിക്കൽ സംഘമാണ്, അത് ഉറുക്കെഴുതുന്ന സംഘമാണ്, അത് വ്യാജന്മാരാണ്, ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്ന യഥാർത്ഥ പാരമ്പര്യത്തിനെതിരെ കേരളക്കരയിൽ ഗ്രാമങ്ങളിൽ നാടകം കളിച്ച് കളിയാക്കിയവർ, നാടകം കളിച്ചില്ലേ? സാദാത്തുക്കളുടെ വീട്ടിൽ നടക്കുന്ന ഉറുക്കും നൂലും മന്ദിരവും അവിടെ നടക്കുന്ന ആത്മീയ ചികിത്സയും കളിയാക്കിയിട്ട് നാടുനീളം നാടകം കളിച്ചവർ. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു, ഇത് അപകടമാണ്, ഇതിന് പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, ഇസ്ലാമികമാണ്, നിങ്ങളതിനെ നിഷേധിക്കരുത്. സിഹറില്ലെന്ന് പറഞ്ഞവർ എന്തൊക്കെ എല്ലാം പൂർവികർ സംരക്ഷിച്ചിരുന്ന, കാത്തു സൂക്ഷിച്ചിരുന്ന, അവർ കാണിച്ചു തന്ന എല്ലാ നന്മകളെയും ഒറ്റയടിക്ക് നിഷേധിക്കുന്ന ഒരു യുക്തിവാദ സംഘമായിട്ടാണ് ഈ വിഭാഗം നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ അതിന്റെ തനി രൂപം നമ്മൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ കണ്ടത് ചേകന്നൂരിനെയാണ്. ഇത് വളർന്ന് വന്ന് ഇന്നും കേരളത്തിലെ ചില യുക്തിവാദികളായി രൂപാന്തരപ്പെട്ടിട്ടുള്ള, ലിബറലിസ്റ്റുകളായി രൂപപ്പെട്ടിട്ടുള്ള അത്തരം ചില മേഖലകളിലേക്ക് പോയവരെ കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ എങ്ങനെ അവർക്കതിന് സാധിച്ചു, എങ്ങനെ ആ വഴിയിലേക്ക് കടന്നു വന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. യഥാർത്ഥ കാരണക്കാർ ഇവര് കൊടുത്ത ചില അപകടകരമായ ചിന്തകളിലൂടെ കാടുകാരി ആ വഴിയിലാണ് നാശമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം, സഗൗരവം മനസ്സിലാക്കണം. ഇത് വെറുതെ തമ്മിലടിപ്പിക്കാനല്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനല്ല, ഇത് പ്രശ്നം സൃഷ്ടിക്കലല്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അനുഷ്ഠാനമാണ്. അവിടെ കോംപ്രമൈസ് ഇല്ല. നമ്മുടെ നാട്ടിലൊരു ചർച്ച നടക്കാണ്. ഒരു കൂട്ടർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് ഇന്നു മുതൽക്ക് ളുഹർ 2 മതി, കാലമത്രയും 4 റക്അത്ത് ളുഹർ നിസ്കരിച്ച പാരമ്പര്യമുള്ള, പൈതൃകമുള്ള, ഇക്കാലമത്രയും ഒരാളും ആ വിഷയത്തിൽ രണ്ടഭിപ്രായം പറയാത്ത ഒരു കാലഘട്ടം. ഒരു പുതിയ കൂട്ടർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാൻ, നാട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വല്ലാതെ വാചാലമായി സംസാരിക്കുന്നു, ളുഹർ 2 മതി, നിസ്കാരം തന്നെ വേണ്ട എന്ന് പറയുമ്പോ അതിനെതിരെ എത്ര വലിയവരാണെങ്കിലും, അതെത്ര വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മുഖം നോക്കാതെ ഈ പറയുന്നത് തെറ്റാണ്, ഇവിടെ കോംപ്രമൈസ് ഇല്ല, ഇത് നമ്മുടെ നിലപാടുകൾക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വഴിക്കെതിരാണ്, ഇത് പിഴച്ച വിശ്വാസമാണ് എന്ന് ഏതു സമയത്തും അത് വെട്ടിത്തുറന്ന് വിളിച്ചു പറയണം. ഇവിടെ ചെയ്തിട്ടുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് മുതൽക്ക് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തക്ക് അന്നും ഇന്നും ഒരു നിലപാടാണ്. എന്നാൽ ഇത് മുസ്ലിം സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമിനെതിരല്ല. നമ്മളെ ശത്രുക്കൾ നമ്മളെ നേരിടാൻ വേണ്ടി ഏത് വിധത്തിൽ അവർ കടന്നു വന്നാലും പൊതു ശത്രുക്കൾക്കെതിരെ ഒന്നിക്കേണ്ട ഘട്ടത്തിൽ ഒന്നിക്കാം എന്ന് ശംസുൽ ഉലമ അന്ന് മുതലക്കുളം മൈതാനിയിൽ അലിമിയാന്റെ കൂടെ പങ്കെടുത്തതിന്റെ പേരിൽ നാടുകളെ കൊട്ടിഘോഷിച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ സൃഷ്ടിച്ചപ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ശംസുൽ ഉലമ അന്ന് നിലപാട് പറഞ്ഞു. ആവശ്യം ഘട്ടത്തിൽ ഒരുമിച്ചിരിക്കാം, അതിന് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല, അത്ര വലിയ അയിത്തം പ്രഖ്യാപിക്കേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിന് നേരെ ഏതെങ്കിലും ദിശയിൽ നിന്ന് അക്രമങ്ങൾ കടന്നു വരുമ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് ഒരുമിച്ചിരുന്ന് കാണിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ ശക്തി അവരുടെ മുമ്പിൽ നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. അതായിരുന്നു മുതലക്കുളം മൈതാനിയിൽ
അതായിരുന്നു മുതലക്കുളം മൈതാനിയിൽ അലീമിയാന്റെ കൂടെ ഷേഖുന ശംസുൽ ഉലമ ഇരുന്നു കൊണ്ട് കാണിച്ചു കൊടുത്തത്. നാട്ടിക ഉസ്താദ് വളരെ മനോഹരമായി അതിനെ വിശദീകരിക്കാറുണ്ട്. ഈ എഗരൂൽ അങ്ങാടിയിൽ ഒരു മൂർഖം പാമ്പ് പ്രത്യക്ഷപ്പെട്ടാൽ, മൂർഖം പാമ്പ് പ്രത്യക്ഷപ്പെട്ടു. മൂർഖം പാമ്പിനെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ പാർട്ടിയില്ല, ജാതിയില്ല, സുന്നിയില്ല. മൂർഖം പാമ്പിനെന്ത് സുന്നി, മൂർഖം പാമ്പിനെന്ത് എന്ത് മുജാഹിദ്, മൂർഖം പാമ്പിനെന്ന് പാർട്ടി. മുസ്ലിം ലീഗുകാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും RSS-കാരനും ബജ്റംഗ് ദളുകാരനും AP സുന്നിയും EK സുന്നിയും മുജാഹിദ് വിഭാഗങ്ങളും മനുഷ്യ മക്കളൊക്കെ ഒരുമിച്ച് കൂടും. അങ്ങാടിയിലുള്ള മനുഷ്യന്മാരൊക്കെ കൂടും. എല്ലാരും വടിയെടുക്കും, എല്ലാരും പാമ്പിനെ തെരയും, എല്ലാരും പാമ്പിനെ കൊല്ലാൻ നോക്കും. പാമ്പിന് ജാതിയില്ല, പാമ്പിന് മതമില്ല. പാമ്പ് ജാതിയും മതവും നോക്കി കടിക്കുന്ന സ്വഭാവമല്ല പാമ്പിനുള്ളത്. പാമ്പിനെ കൊല്ലുന്ന കാര്യത്തിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിലനിൽക്കും. വളരെ രസകരമായി പച്ച മലയാളത്തിൽ ഏതു നാട്ടുകാർക്കും ഏതു നാടൻ ആളുകൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ അന്ന് വിശദീകരിച്ചത് അങ്ങനെയാണ്. സമസ്ത അന്നും ഇന്നും പറയുന്നത് അതാണ്. സമസ്ത അന്നും ഇന്നും പറയുന്നത് അതാണ്. തൊട്ടുകൂടായ്മ, തെണ്ടിക്കൂടായ്മ പറഞ്ഞു വന്ന് ചില അനിവാര്യ ഘട്ടങ്ങളിൽ പോലും ഒരുമിച്ചിരിക്കാൻ മടി കാണിച്ചവർ, വിയോജിച്ചു നിന്നവർ, വെറുപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അന്ന് സമസ്തയുടെ നിലപാട് വിളിച്ചു പറഞ്ഞു. അത്യാവശ്യ ഘട്ടത്തിൽ ഒരുമിച്ചിരിക്കേണ്ടി വന്നാൽ ഉമ്മത്തിന്റെ, സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കാം. അതാണ് സമസ്തയുടെ ഇന്നത്തെ നിലപാട്. മാറ്റല്ല. അന്ന് ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല, ചിലർക്കതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല, ചിലർക്ക് അതിന്റെ പേരിൽ പോകേണ്ടി വന്നു. ആ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടവരും മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇനിയുള്ള കാലം ഇതിനേക്കാൾ വലിയ ഭീഷണിയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ചെറിയ ഭീഷണിയല്ല, വലിയ ഭീഷണി നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ടതൊന്നുമല്ല. ഒറ്റവാക്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അവസാന കാലഘട്ടത്തിൽ നമുക്ക് നേരെ പല നിലക്കുള്ള ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവന്റെ പ്രയാസം. അങ്ങനെയാണല്ലോ പുണ്യനബി നമുക്ക് കാണിച്ചു തന്നത്, ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവന്റെ പ്രയാസം. അവസാന കാലഘട്ടത്തിൽ ആദർശ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരുമെന്ന് പുണ്യനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ചിലരൊക്കെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദർശം പറയുമ്പോൾ, സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ, പള്ളി മേറാബിൽ വെച്ച്, അങ്ങാടിയിൽ വെച്ച്, ആൾക്കൂട്ടത്തിൽ വെച്ച്, കല്യാണ വീടുകളിൽ, സൽക്കാര സദസ്സുകളിൽ, എവിടെയാണോ ഇസ്ലാമിക വിരുദ്ധ സംസ്കാരവും ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ചില നടപടിക്രമങ്ങളും കാണുമ്പോൾ അവിടെ വെച്ചുകൊണ്ടത് തടയണം. എന്നല്ലേ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്. കൈകൊണ്ട് തടയേണ്ടത് കൈകൊണ്ട് തടയണം, നാവ് കൊണ്ട് തടയേണ്ടത് നാവ് കൊണ്ട് തടയണം. ആ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അവിടെ നമ്മൾ കോംപ്രമൈസ് ആവലല്ല. അത് നമുക്ക് ഒരിക്കലും അനുചിതമല്ലല്ലോ. അങ്ങനെ ഒരു വഴി നമ്മുടെ മുമ്പിലില്ലല്ലോ. അവസാനം പരിശുദ്ധ പ്രവാചകർ പോലും സത്യനിഷേധികളോട് പറഞ്ഞത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അവരെ തന്നെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞതെന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളൂ. അവര് കൊണ്ടുവന്ന ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു. സത്യനിഷേധികൾ അന്ന് മുന്നോട്ട് വെച്ച ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു. ആ കോംപ്രമൈസ് എന്താ? നമ്മൾ തമ്മിലുള്ള തർക്കം ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ? ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ നമുക്കിടയിലുള്ള ചർച്ച. അതുകൊണ്ട് മുഹമ്മദേ, നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു കാലം നിങ്ങൾ നമ്മളെ ദൈവത്തിനെ ആരാധിക്കുക, പിന്നെ കുറച്ചു കാലം നമ്മൾ നിങ്ങളെ ദൈവത്തിനും ആരാധിക്കുക എന്ന് പറഞ്ഞ് ആര് കേട്ടാലും ആരും അംഗീകരിക്കുന്ന ആ ഒരു മസ്ലഹത്ത്, ആ കോംപ്രമൈസുമായി അവർ വന്നപ്പോ അവരുടെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പുണ്യനബി വിളിച്ചു പറഞ്ഞത്, ഇല്ല, ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഈ കാര്യത്തിൽ നമുക്ക് പരസ്പരം കോംപ്രമൈസ് ആവാൻ പറ്റില്ല. ഇത് വേറെ വിഷയമാണ്. അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കലല്ല. രക്ഷപ്പെടണ്ടേ, നമ്മുടെ ആഖിബത്ത് നന്നാവണ്ടേ. നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമുക്ക് പറയാൻ കഴിയണ്ടേ?
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അടിസ്ഥാന മാർഗത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന, അവിടെ കോംപ്രമൈസ് ആകുന്ന ഒന്നും നമുക്ക് പാടില്ല. എന്തു പേടി, എന്തു ഭീഷണി നമ്മുടെ മുമ്പിൽ ഉണ്ടായാലും. അതല്ലേ ബിലാൽ തങ്ങൾ കാണിച്ചു തന്നത്, അതല്ലേ സുമയ്യ ബീവി പഠിപ്പിച്ചത്, അതല്ലേ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളൊക്കെ അവരുടെ ചരിത്രത്തിൽ ഖാറൂനിന്റെ, നമ്രൂദിന്റെ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുള്ള വെല്ലുവിളികളെ കുറിച്ചും വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നല്ലോ, വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ചരിത്രം പരിശോധിക്കുമ്പോ ഈ വസ്തുത നമുക്ക് ബോധ്യപ്പെടും. ആരും കോംപ്രമൈസ് ആയിട്ടില്ല. ആരും അവിടെ നമുക്ക് ഇങ്ങനെയാവാം. വിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളെ മതേറ്റ് പോയിക്കോളി, എനിക്കെന്റെ മതമാണ്, എന്റെ ആദർശമാണ്, എന്റെ വിശ്വാസമാണ്. അത് മാറ്റിവെച്ച്, അത് മാറ്റിപ്പിടിച്ച്, അല്ലെങ്കിൽ അത് മറച്ചു വെച്ച് ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ശത്രുവ്യൂഹം സംഘടിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അവരെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമ്മൾ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോ ഒരുപക്ഷെ പല നിലക്കുള്ള ഭീഷണികളും വെല്ലുവിളികളും പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള പലതും നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. കണ്ണുരുട്ടുന്നവരുണ്ടാകും, ഭീഷണിപ്പെടുത്തുന്നവരുണ്ടാകും, ഭയപ്പെടുത്തുന്നവരുണ്ടാകും, ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, മറ്റു പലതും നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. നമുക്കിത് വേറെ വർത്താനൊന്നും പറയാനില്ല. ഇതേ നമുക്ക് പറയാനുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. നിങ്ങൾ കണ്ടില്ലേ, ചരിത്രരേഖ പരിശോധിക്കുമ്പോൾ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കള് എത്രയോ വെല്ലുവിളികൾ നടത്തി. ആ വെല്ലുവിളികൾക്ക് മുമ്പിലൊന്നും മുത്തുനബി പതറിയിട്ടില്ലല്ലോ. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ അത് കാണിച്ചു കൊടുത്തു, ഇല്ലേ? മക്കയുടെ ചരിത്രം പരിശോധിക്കുമ്പോ, പുണ്യ ഹബീബിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ എന്തൊക്കെ വെല്ലുവിളികളാ. പർവ്വതം സ്വർണമാക്കാൻ വേണ്ടി മുത്തുനബിയോട് ആവശ്യപ്പെട്ടില്ലേ? മരത്തിനെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? എല്ലാ അർത്ഥത്തിലും അവര് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളിക്ക് മുമ്പിലൊന്നും മുട്ടുമടക്കാതെ ധീരമായ ശബ്ദം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അനുയായികളും അങ്ങനെ തന്നെയാണ്. ഉമ്മു ശരീക്കിന്റെ കഥ പറയുന്നുണ്ടല്ലോ, ഒരു പെൺകുട്ടിയാണല്ലോ. ആ പെൺകുട്ടി സത്യം മനസ്സിലാക്കി രാവിലെ തന്റെ വീട്ടിൽ നിന്നിറങ്ങി സത്യനിഷേധികളുടെ വീട്ടിൽ ചെന്ന്, ബഹുദൈവ വിശ്വാസികളെ വീട്ടിൽ ചെന്നിട്ട് അവരകപ്പെട്ട പ്രയാസത്തെക്കുറിച്ച് അവരുടെ മുമ്പിൽ കൃത്യമായി ബോധ്യപ്പെടുത്തി. നിങ്ങൾ ഏകദൈവ വിശ്വാസിയാവണം, ബഹുദൈവ വിശ്വാസത്തിന്റെ കൂടെ പോകരുത്, അത് അപകടമാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്തി അവരെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ, നാട്ടിൽ തൗഹീദ് പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ സത്യനിഷേധികൾ ആ പെൺകുട്ടിയെ പിടിച്ചു കെട്ടുകയാണ്. ആ പെണ്ണിനെ പിടിച്ചു ജയിലിലിട്ട് പൂട്ടി. ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ഒരു പെണ്ണല്ലേ, പെണ്ണിന് എന്തൊക്കെ പറയാ? പെണ്ണാണല്ലോ, നിങ്ങൾ ഇന്നൊന്നും ചെയ്യണ്ട, എന്നെ വേദനിപ്പിക്കരുത്, എന്നെ പട്ടിണിക്കിടരുത്, എന്നെ വിഷമിപ്പിക്കരുത്, എനിക്ക് വെള്ളം തരണം, ഭക്ഷണം വേണം, ജീവിക്കാൻ അനുവദിക്കണം, ഞങ്ങളെ കൂടെ നിൽക്കാം എന്നല്ലല്ലോ പറഞ്ഞത്. ജയിലിനകത്തിട്ട് പൂട്ടി പീഡിപ്പിച്ചിട്ട് പോലും ആ പെൺകുട്ടി കോംപ്രമൈസ് ആയില്ല, ധീരമായി വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവസാനം ശത്രുക്കൾ പരാജയപ്പെട്ടു. ഇത് വല്ലാത്തൊരു പെണ്ണെന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ പെണ്ണിന്റെ വിശ്വാസത്തിൽ മാറ്റമില്ലല്ലോ, വല്ലാത്തൊരു ഈമാൻ തന്നെയാണ്. അവർ മുറ മാറ്റി ജയിലിനകത്തുള്ള പെണ്ണിനെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് വസ്ത്രമഴിച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടി നഗ്നയാക്കി മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണലിൽ കൊണ്ടുപോയി മലർത്തിക്കടത്തി. നാപ്പ പറഞ്ഞൂടെ, സോറി, എക്സ്ക്യൂസ് മീ, മാപ്പ്, എന്നാ നമ്മളമ്മില് ശരിയാവാ, ഞാനൊന്നും മിണ്ടൂല, ഞാൻ പോവില്ല, ഞാൻ പറയില്ല, ഞാൻ ചെയ്യൂല, ഞാൻ നിങ്ങൾ പറയും പോലെ കേട്ടോളാ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയാമായിരുന്നില്ലേ? വേദന സഹിക്കുന്നില്ലേ? ഉടുതുണി അയച്ചു മാറ്റിയില്ലേ? മരുഭൂമിയിൽ കൊണ്ടുപോയി കടത്തിയില്ലേ? ശരീരത്തിൽ പൊള്ളലേറ്റില്ലേ? ശ്വാസം മുട്ടിയില്ലേ? മരണവുമായി മല്ലിട്ട് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പോഴും പറഞ്ഞത് ഇല്ല, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയാലും എന്റെ വിശ്വാസത്തിൽ, എന്റെ ആദർശത്തിൽ, ഞാൻ സ്വീകരിച്ച നിലപാടിൽ മാറ്റമേ ഇല്ല. അതായിരുന്നു ചരിത്രത്തിലെ ഉമ്മു ശരീക്ക് എന്ന് പറയുന്ന പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്.
ഓർക്കണം നമ്മൾ. ഈ ശബ്ദം ശ്രവിക്കുന്നവർ എണ്ണത്ത് കുറവായിരിക്കും, വണ്ണത്തിൽ കുറവായിരിക്കും. നമ്മളെ കൂടെ നിൽക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനും ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആരുണ്ടായാലും ആരുണ്ടായിട്ടില്ലെങ്കിലും ഈ സത്യത്തിന്റെ സമസ്ത മുന്നോട്ട് വെക്കുന്ന ഈ സത്യത്തിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ പാരമ്പര്യത്തിന്റെ ഈ പൈതൃകത്തിന്റെ ഈ ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കേണ്ടി വരും. ചിലപ്പോ കുടുംബത്തിൽ പോലും ആരും ഉണ്ടാവില്ല, നാട്ടിലും ആരും ഉണ്ടാവില്ല. പല നിലക്കുള്ള ഒറ്റപ്പെടലുകളും അനുഭവിക്കേണ്ടി വരും. നോക്കൂ നിങ്ങൾ, ആ പെൺകുട്ടിയെ മരുഭൂമിയിൽ കൊണ്ടുപോയി മലർത്തിക്കടത്തി വീണ്ടും പീഡനമുറകൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോ ഇടക്കിടക്ക് വന്ന് ഈ പെണ്ണിന്റെ അവസ്ഥ കാണാൻ തമ്പ് കെട്ടി താമസിച്ച് ഭക്ഷണം കഴിച്ച് താമസിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ ഇടക്കിടക്ക് വന്ന് കാണും. മാറ്റണ്ടോ? മാറിക്കിനോ? വേദനല്ലേ? തുണി വേണ്ടേ? നാണം മറക്കണ്ടേ? വീട്ടിൽ പോണ്ടേ? കുട്ടികളെ കാണണ്ടേ? മക്കളെ കാണണ്ടേ? കുടുംബല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ പെണ്ണ് ഉറച്ച തീരുമാനത്തിലാണ്. ഈ പെണ്ണ് ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല. മാറ്റം വരുത്തിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എന്നെ വിചാരണ ചെയ്യപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതല്ലാതെ എന്ത് പറയാനാണ്? അപ്പുറത്തൊന്നും പറയാനില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പതിവ് പോലെ ഇവർ പരിശോധനയ്ക്ക് വേണ്ടി ഉമ്മു ശരീക്കിന്റെ അടുത്ത് ചെന്നപ്പോ ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്ന രംഗമാ കാണുന്നത്. അത്ഭുതം, മഹാത്ഭുതം, അത്ഭുതം, മഹാത്ഭുതം. ആരുമില്ലാത്ത മരുഭൂമി, സഹായിക്കാൻ ആളില്ല, നടക്കാൻ കഴിയൂല, ഇരിക്കാൻ പറ്റൂല, വിളിക്കാൻ ശബ്ദമുയരൂല. ചക്രശ്വാസം വലിക്കുകയാണ്, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി ഭക്ഷണവും വെള്ളവും കിട്ടിയിട്ട് നാണം മറക്കാൻ തുണിയില്ല, ചുട്ടുപൊഴുന്ന മണലാണ്, ശരീരം പൊള്ളി വേദനേറ്റ് പടയുന്ന രംഗമാണ്. അപ്പോഴാണ് നല്ല ഭക്ഷണം അടുത്തു കാണുന്നത്. ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയി. എവിടെ നിന്ന് കിട്ടി ഈ ഭക്ഷണം? എവിടെ നിന്ന് കിട്ടി ഈ ഭക്ഷണം? എവിടെ നിന്ന് കിട്ടി ഈ ഭക്ഷണം? എന്നെ ശ്രവിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. നമുക്കൊരു ഉത്തമ നേതൃത്വമുണ്ട്, അവർ നിഷ്കളങ്കരാണ്. ഓരോ കാലഘട്ടത്തിലെയും തെരഞ്ഞെടുക്കപ്പെടുന്ന പണ്ഡിത ശിരോമണികൾ, സൂഫിയാക്കൾ, ആലിമീങ്ങൾ പലതവണ പരിശോധിച്ചും അവരെ കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും അവരുടെ പാണ്ഡിത്യവും ആത്മീയതയും കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും തെരഞ്ഞെടുക്കപ്പെടുന്ന 40 പണ്ഡിത മുശാവറയുടെ അനുയായികളാണ് നമ്മളെന്ന ആത്മവിശ്വാസത്തിന്റെ കൂടെ നിന്നാൽ അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം അത് നമുക്കൊരു നൂറ്റാണ്ടിന്റെ കഥ പഠിപ്പിച്ചു തന്നു. ശൈഖുനാ ശംസുൽ ഉലമ വരക്കൽ മഖാമിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. കിടക്കേണ്ടത് വെള്ളിമാട് കുന്നില, കിടക്കേണ്ടത് വെള്ളിമാട് കുന്ന് ഖബറിസ്ഥാനിലാണ്. അവിടെ സ്ഥലമില്ലേറ്റല്ല വരക്കൽ മഖാമിൽ പോയി കിടക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പടുത്തുയർത്തിയ അതിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ, അവര് വന്ന താവഴി, അവരുടെ പാപ്പമാർ, ആ കുടുംബം അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തുക്കൾ മാത്രമുള്ള ഒരു മഖാമിൽ, ഒരു മഖബറയിൽ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ കിടക്കുക. അത് സമസ്തയുടെ മണ്ണാണ്, അത് സമസ്തയുടെ മണ്ണാണ്. അവിടെയാണ് വെള്ളിമാട് കുന്നിൽ ജനിച്ചു വളർന്ന, വെള്ളിമാട് കുന്നിൽ മഹല്ലിൽ താമസിച്ചു വളർന്ന ശൈഖുനാ ശംസുൽ ഉലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. EK സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്റെയും നിങ്ങളുടെയും നേതാവ്. എന്താ കാര്യം? തെറ്റ് പറ്റിയില്ല, എനിക്ക് തെറ്റി, എനിക്ക് എന്തൊക്കെയോ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, നിന്റെ നിലപാടിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നാട് നീളെ പെരുമ്പടി അടിച്ച് കൊട്ടിഘോഷിച്ച് മഹല്ലിലും കുടുംബത്തിലുമൊക്കെ കുഴപ്പമുണ്ടാക്കി, മതില് കെട്ടി ഭിന്നിപ്പുണ്ടാക്കി, വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവിടുത്തെ വഫാത്ത് കൊണ്ട് തന്റെ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല ഇനി ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും പഠിക്കാൻ, ഇനി ഒരു കാലം നമ്മളെ പേര് EK സുന്നി എന്നാണ്. EK സുന്നി എന്നാണ് നമ്മളെ പേര്. EK സുന്നി എന്നാണ് നമ്മുടെ പേര്. സമസ്തയുടെ ഇപ്പോഴും പത്രഭാഷ, മീഡിയ ഭാഷ EK സുന്നി എന്നാണ്. എന്താ EK സുന്നി? ആ EK സുന്നി വരക്കൽ മഖാമിൽ കിടക്കുന്നുണ്ട്. വരക്കൽ തങ്ങൾ തുടങ്ങി വെച്ച യഥാർത്ഥ സമസ്ത, ആ സമസ്തയുടെ പിൻഗാമി ഞാനാണ്. എന്റെ കാലഘട്ടത്തിൽ വേറെ പല അവകാശവാദവുമായി പലരും വന്നിട്ടുണ്ട്. ഓലൊന്നും അല്ല, ഞാനാണ്.
നിന്നെ പിൻപറ്റുന്നവരുമാണ്. നിന്റെ നിലപാടിന്റെ കൂടെ 2026 ഇനി നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇപ്പോൾ 2026 പോകുമ്പോൾ 2326 എത്തിയാലും എന്റെ കൂടെ നിൽക്കുന്നവർ, എന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുന്നവർ, അവരാണ് യഥാർത്ഥ സമസ്തയുടെ അഹ്ലുകാർ എന്ന് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാനവറുകൾ വരക്കൽ മക്കാമിൽ നിന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഉമ്മുശരീക്ക് കണ്ടില്ലേ, എന്തൊക്കെ മാറാമായിരുന്നു. പക്ഷേ അത്ഭുതം, അത്ഭുതം, മഹാത്ഭുതം. വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. ശത്രുക്കൾ അത്ഭുതത്തോടെ വന്ന് ചോദിച്ചു, അല്ലടി, ആര് തന്നു നിനക്ക് ഭക്ഷണം? എവിടെ നിന്ന് കിട്ടി നിനക്ക് വെള്ളം? ആരാണ് നിന്നെ വെള്ളവും ഭക്ഷണവും തന്ന് സഹായിച്ചത്? കിട്ടിയ ചാൻസിൽ, ഉള്ള ശബ്ദത്തിൽ ആ പെൺകുട്ടി ശത്രുവിന്റെ മുഖത്ത് നോക്കി ധീരമായി വിളിച്ചു പറഞ്ഞു, ഞാൻ തരെ പറഞ്ഞത് അതല്ലേ? ഞങ്ങളോട് എന്ന് പറയുന്നുണ്ട്, നിന്റെ റബ്ബ് സർവാധിപനാണ്, സർവശക്തനാണ്, നിന്റെ റബ്ബിനെല്ലാം കഴിയും, എല്ലാത്തിനും കഴിവുള്ള റബ്ബാണ് നിന്റെ റബ്ബ്. നിങ്ങളെ റബ്ബിനൊരു മണ്ണാങ്കട്ടക്കും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് മൂക്കുണ്ട്, ഒരു ഉപകാരമില്ല. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കണ്ണുണ്ട്, കാണൂല. കാലുണ്ട്, നടക്കൂല. കൈയുണ്ട്, ഒന്നും നടക്കൂല. നിന്റെ റബ്ബ് അങ്ങനല്ല. നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? നിന്റെ റബ്ബ് സർവാധിപനാണ്, സർവശക്തനാണ്, എല്ലാറ്റിനും കഴിവുണ്ട്, എല്ലാം അറിയും. എല്ലാം അറിയുന്ന റബ്ബാണ് എന്റെ റബ്ബ്. എനിക്ക് ഭക്ഷണം തന്ന് എന്നെ സഹായിച്ചത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. ഇത് ഔസുല്ലാദമിന്റെ ചരിത്രത്തിലും കാണാലോ. ഔസുല്ലാദമിന്റെ ചരിത്രത്തിൽ നോമ്പ് തുറക്കാൻ 40 ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയില്ലേ മഹാനായ ഔസുല്ലാദം തങ്ങൾ? നോമ്പ് നോൽക്കുന്ന തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചു, ഞാനിതാ 40 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കാൻ പോവുകയാണ്. ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്, പച്ചവെള്ളം മാത്രമല്ലാതെ മറ്റൊന്നും ഞാൻ കഴിക്കില്ല. ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് നേരിട്ട് എത്തിച്ചു തന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. റസൂലുള്ളാഹി തീരുമാനിച്ചല്ലോ, എന്റെ റബ്ബ് എനിക്ക് നേരിട്ട് തന്ന ഭക്ഷണമല്ലാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റൊരു ഭക്ഷണവും ഞാൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ചു. 40 ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി ഔസുല്ലാദം തീരുമാനിക്കുകയാണ്. ആ ഔസുല്ലാദമിനെ കളിയാക്കണോലെ അപ്പുറത്തുള്ളവര് മൊഹിദ്ദീൻമാല പാടരുത്, പറയരുത്, മൗലിദ് പാടരുത്, കോയി നേർച്ചാക്കരുത്, നേർച്ച കോയിനെ തിന്നരുത് എന്ന് പറയുന്നവരുമായി നമുക്കെന്ത് കോംപ്രമൈസാ? എന്ത് നഷ്ടപ്പെട്ടാലും, ഇനി ലോകത്തുള്ളത് മൊത്തം നഷ്ടപ്പെട്ടാലും നോ കോംപ്രമൈസ്. അവിടെ നമുക്ക് ഇപ്പൊ ചില ആൾക്കാർ പറയാണ് ശരിയല്ല. അവിടെയാണ് പ്രശ്നം. അല്ലാതെ കുഴപ്പമുണ്ടാക്കല്ല. നാട്ടില് കുഴപ്പമുണ്ടാക്കാനല്ലത്. ഇത് കുഴപ്പമുണ്ടാക്കലല്ല, ഇത് ഈമാനാണ്. സ്വർഗത്ത് പോകണം, പരലോകമുണ്ട്, ഖബറുണ്ട്, ഹിസാബുണ്ട്, മഹ്ശറുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, പലതും നമുക്ക് ചെയ്യാനുണ്ട്. അത് അതിന്റെ ഭാഗമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ ഉമ്മുശരീക്ക് ധീരമായി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബോധ്യപ്പെട്ടു, ശരിയാണ്, ഇപ്പൊ ഞങ്ങൾക്ക് അനുഭവത്തിന് ബോധ്യപ്പെട്ടു, ഞങ്ങളെ റബ്ബിനൊന്നും കഴിയൂല, നിന്റെ റബ്ബിനെ കഴിവുള്ളൂ. ഈ മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത്, സഹായിക്കാൻ ഒരാളുമില്ലാത്ത സ്ഥലത്ത് വിളിച്ചാൽ കേൾക്കാനുള്ള ശബ്ദം പോലുമില്ലാതെ നിശബ്ദയായി, നിസ്സഹായയായി മരുഭൂമിയിൽ കിടക്കുന്ന നിനക്ക് നിന്റെ റബ്ബ് ഭക്ഷണം ഇറക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് നിന്റെ കൂടി റബ്ബല്ല, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ നിൽക്കണം നമ്മൾ. മഹല്ല് നേതൃത്വത്തോടാ പറയുന്നത്, ഉമറാക്കളോടാ പറയുന്നത്, ഉലമാക്കളോടാ പറയുന്നത്. ഇത് UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും മാറി മാറ്റി പറയേണ്ട സാധനല്ല. ഭരിക്കാൻ പെടാൻ പലരും ഭരിക്കും, ആരോ ഭരിച്ചോട്ടെ. ഇന്ത്യ ഭരിക്കുന്നത് മോഡിയല്ലേ? കേരളം ഇനി പലരും മാറി ഭരിക്കും. മുന്നണികൾ മാറിയേക്കാം, അലയൻസ് ഉണ്ടായേക്കാം, പുതിയ സഖ്യങ്ങൾ രൂപപ്പെട്ടേക്കാം. അങ്ങനെ രൂപങ്ങൾ മാറുമ്പോ രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നതിനനുസരിച്ചുകൊണ്ട് മാറ്റേണ്ടതല്ല സുന്നത്ത് ജമാഅത്ത്, മാറുന്നതല്ല സുന്നത്ത് ജമാഅത്ത്. നമുക്ക് അന്നും ഇന്നും ഒന്നേ പറയാനുള്ളൂ. മഹല്ലിലും മഹല്ലിലെ ജനങ്ങളോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആ വഴിയിൽ അടിയുറച്ചു നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഐതിഹാസികമായി കാസർകോട്ടെ കുണിയ എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള ആ പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ അവിടെ ഒരു സംഗമം നടക്കുന്നുണ്ട്.
2026 ഫെബ്രുവരി 8-ാം തീയതി ഒരു ചരിത്ര മഹാസംഗമം. എല്ലാ ആലിമീങ്ങളും, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹത്തുക്കൾ, മഹാന്മാർ, എല്ലാ അഖിലുകാരും ഒരുമിച്ച് കൂടുന്ന ആ വലിയ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഗമം. അവിടെ ഞാൻ ഉണ്ടാവണം, എൻ്റെ മക്കൾ ഉണ്ടാവണം, എൻ്റെ പേരക്കുട്ടികൾ ഉണ്ടാകണം. ഞാനും എൻ്റെ മഹല്ലിലുള്ളവരും എൻ്റെ കാലഘട്ടത്തിൽ, എനിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, പേരമക്കൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു സംഗമം ആ സംഗമമാണ്. ചിലരൊന്നും ഇപ്പൊ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. വയസ്സല്ലേ, ഞാൻ എങ്ങനെ ഇപ്പൊ പോവുക, കാസർഗോഡ് എത്തണ്ടേ, ഒന്നും നോക്കണ്ട, എല്ലാവരും ഇറങ്ങുക. കിട്ടാവുന്ന വാഹനം, ബസ്സൊന്നും ബുക്ക് ചെയ്തിട്ട് കിട്ടാനില്ല, ട്രെയിനിന് ടിക്കറ്റ് ഇല്ല, ബസ് കിട്ടൂല, ട്രെയിൻ കിട്ടൂല. അവനവൻ വണ്ടി സ്വന്തം ഏർപ്പാടാക്കി ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ എത്താനും, അവിടെ എത്തി, അവിടെ കാരണം തൽക്കാലം പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു പക്ഷെ നഗർ പോയിട്ട് കാസർഗോഡ് പോലും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞോണമെന്നില്ല, അങ്ങോട്ട് എത്തൂല. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവർ നാട്ടിൽ ചെന്ന് വാഹനം ഏൽപ്പിച്ച് സ്വന്തമായോ സംഘടിതമായോ, മാത്രമല്ല പണമുള്ളവർ, നാട്ടിൽ പോകാൻ കാശ് കൊടുക്കാൻ താല്പര്യമുണ്ട്, ബസ്സിന് കൊടുക്കാൻ കാശില്ല, പാവപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ മഹല്ലിലുണ്ട്. അവരുടെ കാശ് നമ്മൾ ഏറ്റെടുത്ത് പള്ളിപ്പിരിവ് നടത്തി, പൊതിപിരിവ് നടത്തി, ബസ് ഏൽപ്പിച്ച് എല്ലാരും കേറിക്കോളി, സമസ്തയുടെ സമ്മേളനമല്ലേ അത്. ഈ നൂറ്റാണ്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. അതെനിക്ക് കിട്ടണം, എൻ്റെ മഹല്ലിലുള്ളവർക്ക് കിട്ടണം. അവരുടെ ഫണ്ട് നമ്മൾ കൊടുത്ത് അവരെ ഈ ചരിത്ര മഹാസംഗമത്തിന് സാക്ഷികളാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, മഗ്രിബ് നിസ്കാരത്തിന് സമയമായതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച, മനോഹരമാക്കിയ മഗ്രിബിന് ശേഷവും ഇവിടെ പരിപാടി ഐതിഹാസികമായി തുടരുകയാണ്. കോഴിക്കോട് ഖാദി ഉൾപ്പെടെ പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. 60-ാം വാർഷികവും സമസ്തയുടെ 100-ാം വാർഷിക പ്രചരണവും ഗംഭീരമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. സഹൃദയരെ, മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി